ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നെജ്ല ഷാനെ കുറിച്ചിട്ടാണ്. അപ്പം എന്താ പറയലെന്ന് വെച്ചാൽ അവളെ മോളിപ്പോൾ അവളെ ഉമ്മൻ്റെ ഉപ്പൻ്റെ അടുത്തൊക്കെ ഇനും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നം കാര്യങ്ങളും നല്ല ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും നാലാമത്തെ ഹസ്ബൻഡാണ് കേട്ടോ ഷാന്. അവനുണ്ടല്ലോ അപ്പോൾ ഏതായാലും അവളെ കൂടെ തന്നെയാണ്. എത്രത്തോളം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവരിനി എന്നാൽ തെറ്റിപ്പിരിഞ്ഞ് അവന് കിട്ടിയ ക്യാഷും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവന് ഇട്ടെറിഞ്ഞ് പോവില്ല എന്നൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ. അത്രക്കാണ് അവളത്. ഇപ്പോൾ ഉമ്മയില്ല ഉപ്പിയില്ല ഒക്കെ സപ്പോർട്ടായിട്ട് മോളുണ്ടായിന് കേട്ടോ. 10-11 വയസ്സൊക്കെ ആയിട്ടുണ്ട്. മോളെ സപ്പോർട്ടും ഇല്ല അപ്പോൾ അവൾ ഉമ്മൻ്റെ ഉപ്പൻ്റെയും കൂടെയാണ് കേട്ടോ. അവളുടെ നെജിലിൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെയും കൂടെയാണ്. ഒരു കണക്കിന് നന്നായില്ലേ. ഈ കള്ളൂരിൻ്റെ അടുത്ത് നിന്നാണ് മാറ്റി നിർത്തുന്ന ഒന്ന് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷെ അവൾക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ നെജിലേക്ക്. പക്ഷെ ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഉമ്മ റഹീമിനെ വിളിച്ചിട്ട് കുറേ കാര്യം റഹീം പറഞ്ഞാൽ അവരെ ഫസ്റ്റത്തെ ഹസ്ബൻഡാണ്. ഈ മോൾ ഉപ്പേനെ കേട്ടോ. 4 വിവാഹം കഴിച്ചിട്ടുണ്ട് നെജില. അതിൽ ഫസ്റ്റത്തെ റഹീം പറഞ്ഞ ആളാണ്. അവൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അത് അവനെ വിളിച്ചിട്ട് അവളുടെ ഉമ്മ ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഹീം മോളെ കുറിച്ചിട്ട് മോളെ നല്ല സംരക്ഷണത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ഭയങ്കര തെറിയും കാര്യങ്ങളും യൂസ് ചെയ്ത് നെജിലുണ്ടല്ലോ കുറേ വീഡിയോസിൽ കുറേ തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അതിൽ അടിയില്ല കേട്ടോ. അത്രക്കും മോശം തെറിയാണ്. ഒരാളിങ്ങനെ വിളിക്കുന്നു തോന്നുന്നില്ല കേട്ടോ. നമ്മള് സജിനെ മരിക്ക തന്നെയാണ്. ഓവർ തെറിയും കാര്യങ്ങളൊക്കെ ഇനി ആ വീഡിയോയിൽ. അപ്പോൾ ഞാനത് ഇതിൽ അടിയുന്നില്ല. അവളുടെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് റഹീമിനെ കുറിച്ചിട്ട്. അതൊന്ന് കേട്ട് നോക്കിയേ. ആർക്കും അറിയാം, ഈ 2013 ഞാനൊരു മകനെ ജന്മം നൽകി. മുഹമ്മദ് റയ്യാൻ അവിടെ പുന്നോട് മുസ്ലിം ജമാഅത്തിലാണ് അടക്കിയിരിക്കുന്നത്. സാധാരണ എല്ലാ സ്ത്രീകളും നമുക്കൊരു സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ വേറെ വിവാഹം ചെയ്യും. 1, 2, 3, 4 എത്ര വിവാഹം ചെയ്താലും അതൊന്നും അതായത് ഒരു ഭർത്താവിന്റെ കീഴിൽ ഇരിക്കവേ ചാടിപ്പോയി ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ആദ്യം റഹീം എന്ന് പറയുന്ന ക്രിമിനലിന് ഞാൻ പലതവണയും വാർണിംഗ് ചെയ്തതാണ്. പലതവണയും ഞാൻ പറഞ്ഞതാണ് എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ റഹീം എന്ന് പറയുന്ന വ്യക്തി എന്നെ വിവാഹബന്ധം 2015 മോള് ജനിച്ച് അവരെ വീട്ടിൽ നിൽക്കവേ എന്നെ വിവാഹബന്ധം തൊലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തി. ചടയമംഗലക്കാര് കുറച്ച് ബുദ്ധിയുള്ളവരാണ്. പക്ഷെ പുന്നോടുകാര് അത്ര ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന് വിചാരിക്കണ്ട. പ്രത്യേകിച്ച് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്റെ ഇക്കാക്ക് യാതൊരു റോളും ഇല്ല. നമ്മളിപ്പം കടുവയിൽ പള്ളിയുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. എന്തായാലും എനിക്കൊരു കള്ളം പറയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പം 2012 വിവാഹം ചെയ്ത് എനിക്ക് അതിൽ 2 കുഞ്ഞുങ്ങളെ ജന്മം നൽകി. ഒരാൾക്ക് ഹാർട്ടിന് കംപ്ലൈന്റും. മസ്റൂറ മോള് ജനിച്ചതിന് ശേഷമാണ് അറിയുന്നത് അവർക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അത് 6 മാസം കഴിഞ്ഞപ്പോൾ അടഞ്ഞു. ഒരുപാട് ജനിതകത്തിൽ കുഞ്ഞു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നികത്തി കൊണ്ടുവന്ന് ചൈതന്യയിൽ ഏറ്റവും കൂടിയ ഹോസ്പിറ്റലിൽ ചൈതന്യയിൽ അപ്പോഴും ഞാൻ ഈ മോളെ കാണിക്കുമ്പോഴും ഞാൻ റഹീമിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നീ ചെലവിന് വല്ലതും താ കുട്ടിക്ക്, എന്നിലായിട്ടുള്ള ഒരു ബന്ധമല്ലേ തീർന്നോളൂ. അപ്പോഴവൻ അതിനൊന്നും ബാധ്യസ്ഥനല്ല. അന്ന് ഇവൻ തൊലാക്ക് ചൊല്ലിയത് വാട്സപ്പ് വഴിയാണ് തൊലാക്ക് ചെല്ലുന്നത്. രാവിലെ എടുത്ത് കേട്ടപ്പോഴാണ് അറിയുന്നത്. അപ്പോഴത്തന്നെ ഞാൻ വാപ്പായെ വിളിച്ചു. തൊലാക്കായിപ്പോയി. ജമാഅത്തിൽ ഇത് കേൾപ്പിച്ചപ്പം ഈ വോയിസ് എല്ലാവർക്കും അയച്ചു കൊടുത്ത്. അപ്പോഴിത് തൊലാക്കായിപ്പോയി. കാരണം ഒരു വോയിസ് ക്ലിപ്പിൽ തന്നെ 3 തൊലാക്ക് ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് അങ്ങനെ ഈ പള്ളിയിൽ പറഞ്ഞ് വിവാഹബന്ധം വേർപെടുത്തണോന്ന് പറഞ്ഞപ്പം എനിക്ക് എന്റെ ഭാര്യയും കുട്ടിയും വേണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. കാരണം വിവാഹബന്ധം വേർപെട്ട ഒരാളിനെ, തൊലാക്ക് ചെല്ലിയ ഒരാളിനെ തിരിച്ച് മടക്കിയെടുക്കണമെങ്കിൽ ഇസ്ലാമിന്റെ കുറെ നിയമമുണ്ട്. അന്ന് പറഞ്ഞ് എനിക്കെങ്കിൽ എഗ്രിമെന്റ് ചെയ്തു തരണം. റഹീം പറഞ്ഞിട്ട് റഹീമിന്റെ അളിയൻ ഗൾഫിലാണ്. റഹീമിന്റെ അളിയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കല്യാണം നടത്തിയത്. അവരൊന്നും മരിച്ചു പോയിട്ടില്ല. ബദർ എന്നാണ് പേര്. അപ്പൊ ഇതെല്ലാരും ഇടപെട്ടേ പറ്റുള്ളൂ ഇതില്. കാരണം എന്താണ് ഇവന്റെ ക്രിമിനലിസം, എന്താണ് ഇവന്റെ കുഴപ്പമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതില് 2 പത്രത്തില് 100 വീതം 2 പത്രം 200 രൂപ പത്രം സഹോദരൻ പോയി മേടിച്ചോണ്ട് വന്നു. മക്കളെ മിണ്ടായിരുന്നാണ്. നമ്മള് ചടയമംഗലം പള്ളി കമ്മിറ്റിയുടെ ഓഫീസിൽ ഞാനുണ്ട്, മോള് കൈക്കുഞ്ഞാണ്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മൂത്ത സഹോദരനുണ്ട്, പിന്നെ ഇവിടെ നിന്ന് പോയ 2 ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ സാക്ഷി വേണമല്ലോ ഇതിനെല്ലാത്തിനും. അപ്പൊ എഗ്രിമെന്റില് സൈൻ ചെയ്തിട്ടുണ്ട്. വ്യവസ്ഥകൾ മാത്രം 2 പേപ്പറാണ്. എണ്ണം തുടങ്ങി. കാരണം ഇക്ക പിണങ്ങിപ്പോയി. ഉമ്മ എനിക്ക് ചോറ് തരുമായിരുന്നു. വേറെ ആരുമല്ല എനിക്ക് ചോറ് തന്നോണ്ടിരുന്നത്, ഉമ്മയാണ്.
വാപ്പ വരും. ഞാൻ പോയാ അപ്പ തരുമല്ലോ. ആ വാപ്പ വന്ന് മക്കളെ കാര്യമൊക്കെ നോക്കും. നിങ്ങൾക്കറിയാം മുത്തുമോനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. മസ്റുമോളെ എങ്ങനെ നോക്കിയെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി ഒരു എക്സ്പ്ലനേഷൻ തരണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ തിരക്കാം. ഞാൻ ഇത്രയും ഞാൻ വയറ് മുറുക്കി ഇത്രയും ജോലി ചെയ്തു. പലതവണയും ഈ പട്ടിയുടെ അടുത്ത് ഞാൻ ചെലവിന് ചോദിച്ചപ്പോഴും ഈ പട്ടി പറഞ്ഞ എന്തിനാണ്, നിനക്ക് നോക്കാന്ന് പറഞ്ഞല്ലേ നീ അന്ന് കൊണ്ടുപോയത്, എന്നാ പിന്നെ മോളെ നീ എനിക്ക് തരാത്തെന്ന് മുണ്ടൂരി കൈ പിടിക്കണ എനിക്ക് ഞാൻ എങ്ങനെ കൊടുക്കും? എന്നിട്ട് എവന്റെ ഭാര്യയെ കൊണ്ട് എന്നെ വിളിപ്പിച്ച്, അൻസി എന്നാണ് പറയണത്, ഇവൻ കൂടിച്ച് ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവളെന്നെ വിളിച്ചിട്ട് ചോദിച്ച്, നെജില എന്തുകൊണ്ട് നീ വിവാഹബന്ധം വേർപെട്ടു? അപ്പൊ ഇവൻ പറഞ്ഞേക്കുന്നത് ഇവന്റെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഞാൻ ഒളിച്ചോടി പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. സത്യാവസ്ഥ അറിയണം, ഒളിച്ചോടിയല്ല, സാക്ഷികളുണ്ട്, എല്ലാരും ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ പുതിയ വീട് പാലിയാച്ചതിന് ശേഷം ഇവരെ മൂത്ത പെങ്ങളും അളിയനും വന്നിട്ടുണ്ട്. അത് റഹീമുമായിട്ടുള്ള ബന്ധമല്ല, വാപ്പായുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. 2000 രൂപ തന്നിട്ടാണ് പോയത്. പാലിയാച്ചന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് കേട്ടോ റഹീമിനെ കുറിച്ചിട്ട് പറയുന്നത്. അവൾക്ക് ഒരു എൻ്റെ മോളാണ് കേട്ടോ. പക്ഷെ അവന് കള്ളുടിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അവനും അങ്ങനെയാണ് അവരുടെ ലൈഫ് കൊളായത് മോശമായത് എന്നൊക്കെ തന്നെയാണ് അവൾ പറയുന്നത് കേട്ടോ. പിന്നെ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അവൾ റഹീം മഷൂറ ഫാത്തിമക്ക് ഉണ്ടല്ലോ വീടൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചീനത്തെ. അപ്പോൾ അതിന് കുറച്ച് വീടും സ്ഥലമൊക്കെ അവളെ പേരിക്കാക്കി കൊടുക്കും, അവളെ ഞാൻ സംരക്ഷിക്കും, അവളിൻ്റെ മോളെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മഷൂറ നെജിലുണ്ടല്ലോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കിയേ. അറിയാമോ, ഇതാണ് റഹീമിന്റെ മസ്റൂറാക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന 10 സെന്റ് വീടും പെരേടോ എന്ന് പറയുന്നത്. എനിക്ക് കൊട്ടാരമുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ കൊട്ടാരമാണ് ഇത്. ഞാനും ഇക്കായും ഉണ്ട്, മക്കളും ഉണ്ട്. എടാ, ഞാൻ ഇത്രയും വർഷക്കാലം നിനക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും വർഷക്കാലം ഞാൻ വളർത്തിയൊരു മകള്. നിനക്ക് ഈ വീട്ടില് ഇനി എന്ത് പണിയുണ്ട് നോക്ക്. ബാക്കി കാര്യങ്ങള് നീ കൊടുത്തോ, മസ്റൂറാക്ക് വീടാ ബാക്കി കാര്യങ്ങളാ എന്തോ നീ കൊടുത്തോ. പക്ഷേ വഴി നോക്ക്, ഇതാണ് വഴി. ഈ വഴി ഇങ്ങോട്ട് മസ്റൂറാക്ക് നീ കൊടുത്തോ, അൽഹംദുലില്ലാ, സന്തോഷം. നിന്റെ മകള് തന്നെയാണ്, നിന്റെ വീടാണ്. നിനക്ക് ഓഹരി കിട്ടി, നിനക്ക് വെച്ച വീടാണ്. നീ വിചാരിച്ചാ ഞാൻ വരില്ലാന്ന്? ഇതാ നോക്ക്, നീ നിന്റെ ഭാര്യയൊത്ത് സന്തോഷമായിട്ട് ജീവിച്ചോ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നീ കയറി കളിക്കരുതെന്ന് ഞാൻ പലതവണയും പറഞ്ഞു, പല കാര്യങ്ങളും. ഒരു പണിയും പൂർത്തിയായിട്ടില്ല. നീ മസ്റൂറായ സുരക്ഷിതമായ സ്ഥലത്ത് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് കണ്ട. എടാ, ആരാരുമില്ലാതെ ആ വീട്ടിൽ ഒരു ഉമ്മയും, ആ ഓടിട്ട വീട് കാണുന്നുണ്ട, ഒരു ഉമ്മയും ഒരു മകളും അവിടെ താമസിക്കുന്നുണ്ട്. ചെവിയും കേൾക്കുകയില്ല, സംസാരിക്കുകയില്ല. നീ എല്ലാവരെയും ബദ്ധശത്രുക്കളാക്കി. നിന്റെ മൂത്ത പെങ്ങളെ വീട് തൊട്ട് മേളിൽ, അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ് മൂത്ത പെങ്ങളെ വീട്. അവർ പോലും ഒന്ന് സഹകരിക്കൂല നിന്റെ കൂടെ. നീ എന്ത് വേലത്തരങ്ങളാണ് ഇവിടെ വന്ന് കാണിച്ചത്. നിന്നെപ്പറ്റി നാട്ടുകാരെന്തിനാണ് പറയണേന്നറിയാമോ? ആ ജന്നൽ വരെ ആ വയ്യാത്ത മനുഷ്യന്, ആ മനുഷ്യൻ കാരണമാണടാ എൻ്റെയും നിന്റെയും വിവാഹം കഴിഞ്ഞത്. ഇതാണ് നിന്റെ വീട്. നിന്നെ കാണാൻ വരുന്നുണ്ട്, ഞാനിക്കായും വരുന്നുണ്ട്, മക്കളും. നീ മാടന്നടയിലല്ലേ വാടകയ്ക്ക് താമസിക്കുന്ന? നിന്റെ പെണ്ണ് 4 മണി വരെ ഹോട്ടലിൽ നിൽക്കുന്നെന്നും കുരിയോട് ഹോട്ടലിലാണെന്നും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അറിഞ്ഞു. എനിക്ക് നിന്റെ ആ വയ്യാത്ത പെങ്ങളെ അടിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് നിന്നിൽ ഇഷ്ടമല്ലായിരുന്നു. ഇതെല്ലാം റബ്ബറായിരുന്നു മക്കളെ. ഇത് റഹീമിൻ്റെ വാപ്പാര ഓഹരിയാണ്. ഇവന് 10 സെൻ്റല്ല അളന്ന് മേലോട്ടിട്ട് ഈ വീട് ഇതാക്കി. കാരണം അവരെ സഹായിക്കാൻ ആരുമില്ല. ഒരു വയ്യാത്തൊരു പെണ്ണും ഒരു നമ്മളെ കല്യാണത്തിനാണ് ആ ബാത്റൂം വെച്ചത്. വയ്യാത്തൊരു ഇതും ഒരു ഉമ്മയുമാണ് അവിടെ താമസിക്കുന്നത്. ഇതാണ് എന്റെ വീട്ടിലോട്ട് വരാനുള്ള വഴി. ഇതണ്ട, ഇവിടെ നിന്ന് കയറാൻ പോലും വഴിയില്ല. എന്താ മനുഷ്യപ്പൊക്കെ കെട്ടി നമുക്ക് എടുക്കാന്ന് വിചാരിക്കുക. ഇതെല്ലാം മസ്റൂക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാണല്ലേ, മസ്റൂക്ക് കൊടുത്താൽ മതി. ഇതാണ് അവന്റെ കുടുംബ വീട്. ഈ വീടൊന്ന് നിർത്തിയെടുക്കാൻ പോലും അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇവനാണ് കൊച്ചിന് ചെലവിന് കൊടുക്കാൻ പോണം. നോക്കേ, ചെലവിന് കൊടുക്കാൻ പോണവനാണ്. കണ്ട, ഒരു വീടുണ്ടാക്കി വെച്ചാണ്. അതും
മൂത്ത മോള് ദേവൻ വിളിച്ചുകൊണ്ട് 3 പെൺപിള്ളേരാ, 2 പെണ്ണും ഒരാണിന്റെയും ജീവിതം കളഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്നത്. മൂത്ത പെൺകൊച്ച് +2 പഠിക്കണമെന്ന്, അതിനെയും കളഞ്ഞിട്ട് വൈകിട്ട് ആയപ്പം തള്ളയെ കാണുന്നില്ല. അവരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അമ്മുമ്മ തള്ള കൊടുത്തെന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്ക് എന്തെന്നാണ് പറഞ്ഞത്, യവന്റെ കൂടെ പോണെന്ന്. എന്നിട്ട് ഇവരടുത്ത് പറയുന്നില്ല, ഒരു ആൺകുഞ്ഞ് മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പോഴേ ഇതിനകത്ത് വേറൊരാൾക്കും പങ്കില്ല, എനിക്കും ഷാനിക്കും മാത്രമാണ് പങ്കുള്ളത്. കാരണം ഈ വീഡിയോ പിടിക്കാൻ ഇവിടെ ഇറങ്ങി വരാനും നമുക്ക് ആരെയും അനുവാദമില്ല. കാരണം എൻ്റെ വീട്ടുകാർ ഇത്രയും വർഷമായിട്ടും ഒരു ഊർജിതവും കാണിക്കാത്ത, എൻ്റെ ലൈഫിൽ കാണിക്കാത്തത് ഈ ഒരു കാര്യത്തിൽ ഒരു കണക്കിന് നല്ലതാണ്. നെജിലിന്റെ ഉമ്മന്റെ ഉപ്പന്റെ അടുത്താണല്ലോ, അവർ നല്ലതിൽ സംരക്ഷിച്ച് നല്ലതിൽ നോക്കിക്കോളൂ അല്ലെ. അവർക്കും ധർമ്മനെ പിന്നെ ഷാനിന്റെ അടുത്തേക്കും വിടാതെ അവര് നല്ലതിൽ സംരക്ഷിച്ച് നോക്കി കൊണ്ടെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ. എന്തായാലും 11 വയസ്സായാലും മോളല്ലേ, ആ മോള് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിൽ തന്നെയാണ്. എന്താ പറയാലെന്ന് വെച്ചാൽ ഇവിടെയല്ല അവിടെയല്ല, ഇവിടെ നിൽക്കാനൊരു പഠിക്കാനും ഇതിനും കാര്യങ്ങൾക്കൊന്നും നല്ലൊരു സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമായി പോയില്ലേ. അങ്ങനത്തെ അങ്ങനെ കുറേ മക്കളുണ്ട് കേട്ടല്ലോ, മക്കളുണ്ട് ഉമ്മയും ഉപ്പയും വേർപിരിഞ്ഞതും അതേമാതിരിക്ക് തന്നെ ഒരു സുഖം കാര്യങ്ങളൊന്നും കിട്ടാതെ അങ്ങനെ കുറേ മക്കളുണ്ട് കേട്ടോ നമ്മളെ പിന്നെ ഇതിൽ. അപ്പോൾ എന്തായാലും പറയാൻ എന്തെന്ന് വെച്ചാൽ ഒരു കണക്കിന് നെജിലിൻ്റെ ഉമ്മേൻ്റെ ഉപ്പൻ്റെ അടുത്തായത് മോള് അടുത്തുള്ളത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ പറയലെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലെ കാണുന്ന വെച്ചെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.